മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. പട്ടാമ്പിയിലെ SDPI സ്ഥാനാർത്ഥി SP അമീർ അലി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. SDPI പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ SP അമീർ അലിയാണ് മത്സരിക്കുന്നത്. അമീർ അലി പത്രിക സമർപ്പിച്ചു. രാവിലെ പ്രകടനമായാണ് പത്രിക സമർപ്പണത്തിന് എത്തിയത്. നേതാക്കളായ ഹമീദ് കൈപ്പുറം, ലത്തീഫ് ദാരിമി, ഹംസ, അഫ്സൽ നടുവട്ടം എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക നൽകുവാൻ എത്തിയിരുന്നു. SP അമീർ അലി എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും ഓറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു. പട്ടാമ്പിയിലെ വികസനം എന്നത് വെറും PR വർക്ക് മാത്രമാണെന്നും പട്ടാമ്പിയിൽ വേറൊരു മാറ്റത്തിനാണ് SDPI നേതൃത്വം നൽകുകയെന്നും സ്ഥാനാർത്ഥി SP അമീർ അലി പറഞ്ഞു. പട്ടാമ്പിയിലെ ഈ തെരഞ്ഞെടുപ്പിന് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MLAയുടെ PR വർക്കും ഷോ വർക്കും മാത്രമാണ് ജനങ്ങൾക്ക് മുമ്പിലുള്ളത്. ഇന്നും പട്ടാമ്പിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് റോഡുകളുടെ അവസ്ഥയെല്ലാം അവർക്കറിയാം. പല റോഡുകളിലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പട്ടാമ്പിയെ 10 വർഷം ലഭിച്ചിട്ടും പട്ടാമ്പിയെ വികസന കുതിപ്പിന് സാധ്യമാകുന്ന ഒരു മണ്ഡലമാക്കി, വികസനത്തിന്റെ സാഹചര്യങ്ങളുള്ള ഒരു മണ്ഡലമാക്കി മാറ്റാൻ പട്ടാമ്പിയിലെ MLAക്ക് സാധിച്ചിട്ടില്ല. UDFന്റെ കാര്യം പിന്നെ പറയാനില്ല. അവർ അവസാന ഘട്ടത്തിലാണ് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവരെ പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥത, നിരാശ നിലനിൽക്കുന്നു. ഈ നാട്ടിലെ UDFനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സത്യസന്ധമായി ഈ നാട്ടിൽ ഒരു നല്ല MLA, ഒരു നീതിയുടെയും നെറിയുടെയും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു MLA വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, എൻ്റെ പാർട്ടി നിങ്ങൾക്കറിയാം SDPI ആണ്. നേരും നെറിയുമാണ് SDPIയുടെ മുഖമുദ്രയും രാഷ്ട്രീയവും. അതുകൊണ്ട് നിങ്ങൾ നേരിന്റെ രാഷ്ട്രീയത്തിന് കയ്യൊപ്പ് ചാർത്തണമെന്ന്, എന്നെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കണമെന്ന് എൻ്റെ വോട്ടർമാരോട് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം